വാഹനങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ സ്ക്രാപ്പ് പോളിസിയൊക്കെ പ്രേക്ഷകർക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. 15 വർഷമാണ് ഒരു വാഹനം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇനി കഴിയുക. 15 വർഷം കഴിഞ്ഞ് വാഹനങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് കഴിഞ്ഞാൽ വാഹനം ആ ടെസ്റ്റിൽ പാസ്സാവുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സമയം കൂട്ടിക്കിട്ടും. എന്തായാലും ഇപ്പോൾ 15 വർഷം കഴിഞ്ഞുള്ള വാഹനങ്ങളെല്ലാം പിടിച്ചെടുക്കാനുള്ള നീക്കം സർക്കാർ തുടങ്ങിയിരിക്കുകയാണ്. ഭയപ്പെടേണ്ട, കേരളത്തിലല്ല, ഡൽഹിയിലാണ്. കാരണം ഡൽഹിയിൽ പൊല്യൂഷൻ അങ്ങേ അറ്റമാണ്. അതുകൊണ്ട് ഡൽഹിയിൽ 15 വർഷം കഴിഞ്ഞാൽ ടെസ്റ്റ് ഒന്നുമല്ല, വാഹനം നേരെ പൊളിക്കുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. എന്തായാലും ഡൽഹിയിൽ 15 വർഷത്തിന് ഉള്ളിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ കർശന നിയമങ്ങൾ നടപ്പിലാക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജൂലൈ 1 മുതൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഇരുചക്ര വാഹനങ്ങളും 4 ചക്ര വാഹനങ്ങളും പെട്രോൾ പമ്പിൽ എത്തുമ്പോഴും അത് പഴയ വാഹനമാണെന്ന് കണ്ടെത്തിയാൽ പെട്രോൾ ലഭിക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. വാഹനം പിടിച്ചെടുക്കുന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇതിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് 5000 രൂപയും 4 ചക്ര വാഹനങ്ങൾക്ക് 10000 രൂപ പിഴയും ചുമത്തും എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. പൊതുസ്ഥലങ്ങളിൽ പിടിക്കപ്പെടുന്ന വാഹനങ്ങൾക്കും ഇത് തന്നെ സംഭവിക്കും. മുകളിൽ പറഞ്ഞ 15 വർഷം പെട്രോൾ വാഹനങ്ങൾക്കാണ്. ഡീസൽ വാഹനങ്ങൾക്ക് ഇത് 10 വർഷം മാത്രമാണ്. എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ പുറപ്പെടുവിച്ച ഈ നിയമങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഡൽഹിയിലെ 500 ഇന്ധന സ്റ്റേഷനുകളിൽ ഓട്ടോമേറ്റഡ് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് EOL വാഹനങ്ങൾ പരിശോധിക്കും. ഡൽഹിയിൽ ഏകദേശം 62 ലക്ഷം വാഹനങ്ങളാണ് ഇത്തരത്തിൽ പൊളിക്കാനായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ സർക്കാർ കണക്ക് കൂട്ടുന്നത്. ഇതിൽ 41 ലക്ഷവും ഇരുചക്ര വാഹനങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരു വാഹനം ഇന്ധന സ്റ്റേഷനിൽ പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക ANPR ക്യാമറ നമ്പർ പ്ലേറ്റ് വായിക്കുമെന്ന് CAQMലെ സാങ്കേതിക അംഗം വീരേന്ദ്ര ശർമ്മ പറഞ്ഞു. സെൻട്രൽ വെഹിക്കിൾ ഡാറ്റാബേസുമായി ഈ നമ്പർ ഉടൻ ബന്ധിപ്പിക്കും. ഇത് വാഹനത്തിന്റെ പ്രായം, ഇന്ധനം, തരം, രജിസ്ട്രേഷൻ എന്നിവ പരിശോധിക്കും. ഇപ്പോൾ ഈ വാഹനം EOL ആണെങ്കിൽ അതിന് EOL വാഹനത്തിന്റെ ലേബൽ നൽകും. ഇന്ധനം നിറയ്ക്കൽ എന്ന സിസ്റ്റം ഇന്ധന സ്റ്റേഷൻ ജീവനക്കാരെ ഉടൻ അറിയിക്കും. ഈ ലംഘനം രേഖപ്പെടുത്തി ബന്ധപ്പെട്ട ഏജൻസികൾക്ക് അയക്കും. അവർ വാഹനം പിടിച്ചെടുത്ത് സ്ക്രാപ്പിനായി അയക്കും എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും ഏതെങ്കിലും ഇന്ധന പമ്പിൽ EOL വാഹനം കണ്ടെത്തിയാൽ അത് സ്ഥലത്ത് തന്നെ പിടിച്ചെടുക്കുമെന്ന് ഡൽഹി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിഹാരിക റായ് പറഞ്ഞു. അത്തരം വാഹനങ്ങളുടെ ഉപയോഗം തടയുന്നതിന് പിഴയും ചുമത്തിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യില്ലെന്നും ഡൽഹിയുടെ അധികാര പരിധിയിൽ നിന്ന് അത് നീക്കം ചെയ്യുമെന്നും ഉടമകൾ പ്രസ്താവന സമർപ്പിക്കേണ്ടതുണ്ട്. ഡൽഹിയിലെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് IOL വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഏജൻസികൾ പതിവായി നടപടികൾ സ്വീകരിക്കുന്നത് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.